എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോ നിൽക്കുന്നത് ഫ്രാൻസിലാണ്. ഞങ്ങൾ പ്രിയപ്പെട്ടവരായിട്ട് ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്ത് വന്നതാണ്. ഇപ്പോഴത്തെ കാര്യങ്ങൾ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ വീഡിയോയിൽ നമുക്കത് കാണാം. ഓക്കെ. ജർമ്മനിയിൽ ഞങ്ങൾ താമസിക്കുന്ന ഗ്രാമത്തിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്താൽ ഈ ഫ്രഞ്ച് ഗ്രാമത്തിലെത്താം. രാവിലെ ഏകദേശം 9 മണിയായപ്പോൾ ഞങ്ങൾ 3 കാറുകളിലായി അവിടേക്ക് യാത്ര തിരിച്ചു. ഞങ്ങൾ ഫ്രണ്ട്സും കുട്ടികളും ഒക്കെയായി 17 പേരോളമായിരുന്നു ഈ ട്രിപ്പിലുണ്ടായിരുന്നത്. ഈ ഫ്രാൻസിലൂടെയുള്ള യാത്ര അതിമനോഹരമായിരുന്നു. ഈ കൃഷിപ്പാടങ്ങളുടെയും ഈ വനപ്രദേശങ്ങളുടെ ഇടയിലൂടെയായിരുന്നു ഞങ്ങളുടെ യാത്ര. ഞങ്ങളെ ഭയപ്പെടുത്താനായി ചെറിയ രീതിയിലുള്ള കാർമേഘങ്ങളും മറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വളരെ ഭംഗിയുള്ളൊരു സ്ഥലത്ത് ചെറിയൊരു ബ്രേക്കിന് വേണ്ടി നിർത്തിയതാണ്. പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര ഭംഗിയായിരുന്നു. 2 സൈഡിലും മുന്തിരിത്തോപ്പായിരുന്നു, മുന്തിരിത്തോട്ടങ്ങൾ. ദൂരെ നോക്കിയാൽ നമുക്ക് എത്തിച്ചേരേണ്ട ഗ്രാമം കാണാം. ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ നിർത്തിയത്. അതിന് ഏറ്റവും പറ്റിയൊരു സ്ഥലമായിരുന്നു ഇത്. ജയചേച്ചി കൊണ്ടുവന്ന ബ്രെഡ് സാൻഡ്വിച്ചും കോഫിയുമായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങളെല്ലാവരും വളരെയധികം എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് ഗ്രാമത്തിലേക്ക് വീണ്ടും പുറപ്പെട്ടു. ഈ മുന്തിരിത്തോപ്പുകളുടെ ഇടയിലൂടെയുള്ള യാത്ര വളരെ ഭംഗിയായിരുന്നു. ഇപ്പൊ നമ്മളൊരു ഫ്രഞ്ച് വില്ലേജിലാണ് വന്നിരിക്കുന്നത്. ഏകദേശം 2 മണിക്കൂറോളം നീണ്ട യാത്രയ്ക്ക് ശേഷമാണ് നമ്മളിവിടെ എത്തിയത്. അപ്പൊ അത് മനോഹരമായ ഒരു പ്രദേശമാണ്. ഫ്രാൻസിന്റെ ഒരു മനോഹാരിത നമുക്ക് കാണാൻ പറ്റും. വില്ലേജുകളുടെ, പഴയകാല വില്ലേജുകളുടെ മനോഹാരിത നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിന്റെ പൂർണ്ണമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇത് നമ്മുടെ ബിജു ചേട്ടനാണ്, നമ്മുടെ ഓൾ ഇൻ ഓൾ ആണ് നമ്മുടെ ഈ ട്രിപ്പിന്റെ. ചേട്ടാ, ഈ ട്രിപ്പിനെ പറ്റി 2 വാക്ക്. ഇത് പ്ലാൻ ഉണ്ടായിരുന്നില്ലല്ലോ. ഈ ട്രിപ്പിനെ പറ്റി, ഈ പ്രദേശത്തെ പറ്റി 2 വാക്കിലും ഈ ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഞങ്ങള് ഇവിടെ കുറച്ച് മലയാളി ഫാമിലീസ് ഉണ്ട്. അപ്പൊ മിക്കപ്പോഴും എല്ലാവരും പാടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനാണ്. കാരണം നമ്മളെല്ലാവരും ഒരു എന്താ പറയാ, ഒരു ബിസി ഷെഡ്യൂളാണ്, എല്ലാവർക്കും ജോലിയും കാര്യങ്ങളും. അപ്പൊ പിള്ളേർക്കൊക്കെ തമ്മിൽ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനും കുറച്ച് കളിക്കാനും, അതുപോലെ തന്നെ നമുക്ക് വലിയ ആൾക്കാർക്കാണെങ്കിലും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. അതാണ് മെയിനായിട്ട് ഒരു സോഷ്യൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ട്രിപ്പുകൾ എപ്പോഴും ഇങ്ങനെ പോവാറുണ്ട്. നല്ല രസമാണ്. ഇന്നിപ്പോൾ വന്നിരിക്കുന്നതാണെങ്കിൽ കൈസേഴ്സ്ബർഗ് എന്ന് പറഞ്ഞാൽ എംപറേഴ്സ് മൗണ്ടൻ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ. ഇതൊരു ഫ്രഞ്ച് വില്ലേജാണ്, സ്മോൾ വില്ലേജാണ്. നാഷണൽ റേറ്റിംഗിലെല്ലാം നല്ല ബ്യൂട്ടിഫുൾ വില്ലേജിന് കിട്ടിയ അവാർഡുകൾ കിട്ടിയ വില്ലേജാണ്. പിന്നെയാണെങ്കിൽ നോബൽ പ്രൈസ് വിന്നർ ആൽബർട്ട് ഷ്വൈറ്റ്സറിന്റെ ബർത്ത് പ്ലേസ് കൂടിയാണ് ഈ കൈസേഴ്സ്ബർഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫീലിംഗ് സോ ഹാപ്പി. ഇന്നത്തെ ഒരു ദിവസം നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഫ്രഞ്ചുകാരുടെ തനതായ നിർമ്മാണ രീതിയും ശൈലിയും ഒക്കെയാണ്. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ തന്നെ വളരെ വ്യത്യസ്തമാണ്. അത് നമ്മുടെ നാട്ടില് ചുമരൊക്കെ കെട്ടിപ്പൊക്കണ പകരം പലകയൊക്കെ വെച്ചിട്ടാണ് ഈ കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള വീടുകളുടെ പ്രധാന ചട്ടക്കൂട് നിർമ്മിക്കുന്നത് കട്ടിയുള്ള മരത്തടികൾ കൊണ്ടാണ്. ഈ മരച്ചട്ട കൂടുകൾക്കിടയിലുള്ള ഭാഗങ്ങളിലാണ് ഇഷ്ടികയോ മണ്ണോ കൊണ്ടുള്ള ഭിത്തികൾ പണിതിരുന്നത്. പിന്നീട് ഈ ഭിത്തികൾക്ക് തിളക്കമുള്ള നിറങ്ങൾ നൽകുകയും മരവിഭാഗങ്ങൾ കറുത്തതോ തവിട്ട് നിറത്തിലുള്ളതോ ആക്കി മാറ്റുകയുമാണ് ചെയ്തിരുന്നത്. 15-17 നൂറ്റാണ്ടുകളായ മധ്യകാലഘട്ടങ്ങളിൽ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള വീടുകളുടെ നിർമ്മാണ ശൈലി സാധാരണയായിരുന്നു. പ്രത്യേക തരത്തിൽ കല്ലുകൾ പാകിയ വിശാലമായ തെരുവീഥികൾ, പുരാതന കെട്ടിടങ്ങൾ, ഒരു ഫെയറിറ്റെയിൽ ഗ്രാമത്തിലെത്തിയ അനുഭവമാണ് ഈ തെരുവീഥികളിലൂടെ നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. ഈ ഗ്രാമക്കാഴ്ചകൾ കാണാനായി ഒരുപാട് സഞ്ചാരികൾ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിൽ ഒരുപാട് സുവനീർ ഷോപ്പുകൾ ആ സ്ട്രീറ്റിന്റെ വശങ്ങളിലുണ്ടായിരുന്നു. ആ ഗ്രാമമധ്യത്തിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നിറയെ മുന്തിരിത്തോട്ടങ്ങളും അതിനോട് ചേർന്നൊരു വലിയ കോട്ടയും ഉണ്ടായിരുന്നു. ഇവിടെ ഫേമസ് ആയ ഒരു ചർച്ചുണ്ട്. അതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു നല്ലൊരു ഫൗണ്ടൻ, നല്ല മനോഹരമായ ഒരു പ്രദേശം. നമുക്ക് എന്തായാലും ചർച്ചിലേക്ക് ഒന്ന് കയറി നോക്കാം. കൈസേഴ്സ്ബർഗ് ഗ്രാമത്തിലെ ഈ പള്ളി പ്രധാനമായും മധ്യകാലഘട്ടത്തിൽ പണിതതാണ്. 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ പള്ളിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകളിലൊന്ന് പ്രശസ്തമായൊരു തടിയിലെ അൾത്താര പലകയാണ്. ഇത് 1518 കൊത്തിയെടുത്തതാണ്. ഇതോടൊപ്പം 18-ാം നൂറ്റാണ്ടിലെ ഒരു പൈപ്പ് ഓർഗണും ഇവിടെയുണ്ട്. ഈ പറഞ്ഞതായ പൈപ്പ് ഓർഗൻ സ്ഥാപിച്ചിരിക്കുന്നത് പള്ളിയുടെ ഉയർന്ന ഭാഗമായ ഈ ഗാലറിയിലാണ്.
ഇതാണ് നമ്മുടെ ഗോപൻ ചേട്ടൻ. ഗോപൻ ചേട്ടാ, ഈ സ്ഥലത്തെ പറ്റി ഒരു 2 വാക്യം എന്തെങ്കിലും പറഞ്ഞു. പറയണോ? സ്ഥലം വളരെ സൂപ്പറാണ്. സ്റ്റാർട്ട് ഞാൻ സൂപ്പർ ഒരു സീനറിയാണ്, പ്ലസ് സൂപ്പർ അറ്റ്മോസ്ഫിയർ ആണ്, ഒരു ഓത്തന്റിക് അപ്പിയറൻസ് ആണ് എവിടെ നോക്കിയാലും. പക്ഷെ അത് നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഒരു സ്റ്റാർട്ടിന്റെ ഗുണം. ഗോപൻ ചേട്ടന് ഇഷ്ടായി. എനിക്ക് വളരെ ഇഷ്ടമായി. നടന്ന് ക്ഷീണിച്ചപ്പോൾ ഒരു കോഫി കുടിക്കാനായിട്ട് നമ്മൾ കഫേയിൽ കയറിയതാണ്. വളരെ ഭംഗിയുള്ള എസ്തറ്റിക് ആയിട്ടുള്ളൊരു കഫേ. പലതരത്തിലുള്ള ഫ്രഞ്ച് ഡെസേർട്ട്സും കണ്ണിനും മനസ്സിനും കുളിർമ, അത് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ നാവിനും രുചിയേകുന്ന ഒരുപാട് ഡെസേർട്ട്സുകൾ അവിടെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീമിൻ്റെ വിവിധ തരത്തിലുള്ള വെറൈറ്റീസ്, ഒരുപാട് ഡെസേർട്ട്, സ്വീറ്റ്സ്, ഫ്രാൻസിലെ തന്നെ തനതായിട്ടുള്ള ഒരുപാട് ഡെസേർട്ട്സ് ഒക്കെ കാണാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച അതേ ഇടത്തേക്ക് തന്നെ ലഞ്ച് കഴിക്കാനായിട്ട് വന്നു. ഞങ്ങൾ എല്ലാവരും കൂടിയായിരുന്നു അന്നത്തെ ലഞ്ച് പ്രിപ്പയർ ചെയ്തിരുന്നത്. എല്ലാവരും കൂടി പ്രിപ്പറേഷൻ ചെയ്തതാണ്. നല്ല ടേസ്റ്റ് ആണ്. കുറെ വിഭവങ്ങളുണ്ട്. പൊറോട്ട, ചോറ്, അടിപൊളിയാണേ. ഇന്നത്തെ ഭക്ഷണത്തെ പറ്റി എന്നെക്കാൾ നന്നായി പറയാൻ പറ്റുന്ന ഒരാളാണ് ജയചേച്ചി. നമ്മുടെ ലഞ്ച് ഇതാണ് ഇന്നത്തെ. നല്ല പൂ പോലത്തെ അപ്പം, നല്ല കുഴിയുള്ള അപ്പം. ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട്, ഇത് നല്ല ചിക്കൻ കറിയാണ്. ചിക്കൻ നല്ല വരട്ടി വെച്ച ചിക്കനാണ്. ഇതിങ്ങനെ എടുത്ത് ഒരു പീസിന്റെ മേളിൽ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ചാറിൽ മുക്കി സൂപ്പർ ടേസ്റ്റ് ആണ്. അത് ഇങ്ങനത്തെ ഒരു സ്ഥലത്തിരുന്ന് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു രുചിയാണ്. അപ്പം എങ്ങനെയുണ്ട്? അപ്പം ഞാൻ ഉണ്ടാക്കിയത്. അവിടുന്ന് നമ്മൾ കുട്ടികൾക്കൊക്കെ എൻജോയ്മെന്റിന് വേണ്ടി സിഗോലാൻഡ് എന്ന് പറയുന്ന ഒരു പാർക്കിലേക്കാണ് പോയത്. ഈ കാണുന്നതാണ് ആ പാർക്കിന്റെ പൂർണ്ണ രൂപം. അന്ന് അവിടെ 4 മണിക്ക് ഒരു ഷോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും പെട്ടെന്ന് കയറണോ അല്ലെങ്കിൽ ഇപ്പൊ ഷോ കഴിയുന്നൊക്കെ പറഞ്ഞ് വേഗം തന്നെ ടിക്കറ്റ് എടുത്ത് ഷോയ്ക്ക് കയറി. എല്ലാരും ഭയങ്കര ത്രില്ലിലാണ്. ഒരു വലിയ ഷോ കാണാൻ വേണ്ടി ഒരു ത്രില്ലിലാണ്. ഇപ്പൊ രമ ചേച്ചി പറയുന്ന പോലെ കസേര കറങ്ങും, വെള്ളം വീഴും മേളിൽ നിന്നും താഴെന്ന്, ലൈറ്റ് അറേഞ്ച്മെന്റ്സ് എല്ലാം കാത്തിരുന്ന ഞങ്ങൾ തകർന്ന തരിപ്പണമായി. സംഭവം എന്താണെന്ന് വെച്ചാൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കൊക്കിന്റെ കഥയായിരുന്നു അവിടെ കാണിച്ചത്. നമ്മൾ വലിയ പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു. ആ സങ്കടം മാറ്റാനായിട്ട് നമ്മൾ ഒരുപാട് റൈഡ്സിൽ മാറി മാറി കയറി ആ ഡേ ഫുൾ എൻജോയ് ചെയ്തു. നമ്മുടെ സ്വന്തമായിട്ടുള്ള മയിലുകള് സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സ്വന്തം ട്രാക്ടർ. ഫ്രാൻസിലെ കിൻസ്ഹൈം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ ചെറിയ അമ്യൂസ്മെന്റ് പാർക്കാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടി നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാർക്ക്. ഇതുപോലെ ഒരു മോണോ റെയിൽ കയറിയാൽ നമുക്ക് ആ പാർക്ക് മുഴുവൻ ചുറ്റി കാണാൻ സാധിക്കും. അതിനകത്ത് അവർ കൃത്രിമമായി വെള്ളച്ചാട്ടം, നദികൾ, തടാകങ്ങൾ ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് അൽസാസ് റീജിയനിലെ പ്രത്യേകമായ അവിടെ കാണുന്ന പ്രത്യേകതരം വലിയ വെള്ളക്കൊക്കുകളാണ്. സംഭവം സൂപ്പർ ആയിരുന്നു. പക്ഷെ നാട്ടിലെ വികാലത്തിന്റെ അത്രയ്ക്കൊന്നും എത്തില്ല. പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു. കണ്ണീന്നൊക്കെ വെള്ളം വന്നു. അവിടെ ഇത്തരം ട്രെയിനുകളിലാണ് സന്ദർശകർ പാർക്ക് ചുറ്റി കണ്ടിരുന്നത്.
ഫുൾ നനഞ്ഞു. കുട്ടികൾ ഫുൾ ഇത് മാക്സിമം എൻജോയ് ചെയ്ത് അങ്ങനെ ഫ്രാൻസിലെ 1 ഡേ ട്രിപ്പ് ഇവിടെ കഴിയുകയാണ്. വളരെയധികം നല്ല ഓർമ്മകളും നല്ല നിമിഷങ്ങളും ഉള്ള ഒരു വീക്കെൻഡ് ആയിരുന്നു ഇത്.